ഹലോ അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ മാർച്ച് 1 ഗൾഫ് നാടുകളിലെല്ലാം ഏകദേശം ഇന്ന് റമദാൻ തുടങ്ങി. അവരെല്ലാവരും ഇന്ന് നോമ്പ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നാട്ടിൽ നോമ്പ് പിടിക്കാൻ ഈ ഒറ്റൊരു ദിവസം കൂടി കഴിഞ്ഞ് കിട്ടണം. 2 നാട്ടിൽ എല്ലായിടത്തും നോമ്പ് തുടങ്ങുന്നല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിന്ന് വന്നിട്ടുള്ളത് ജൈത്തൂൻ്റെ 49ാമത്തെ വ്ളോഗും കൊണ്ടാണ്. കുറച്ച് റമദാൻ വിശേഷങ്ങളും കുറച്ച് പേഴ്സണൽ വിശേഷങ്ങളായിട്ട് മിക്സഡ് ആയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. 12 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സ്കിപ്പൊന്നും ചെയ്തേക്കില്ല. പിന്നെ കാണുന്നവർ മുൻകൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്കെല്ലാം ചെയ്ത് വെച്ചേ. ഇനി കണ്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബാക്കി വിശേഷങ്ങളിൽ പിന്നെ പറയാം. പിന്നെ ഒരു ബോക്സ് തന്ന് ഞാൻ കുക്കറും കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ നിയർ ബൈ നിന്ന് വാങ്ങിയതാണ്. 120 രൂപ മാത്രമേ ഉള്ളൂ. ഒരുപാട് റോൾ ഇതുപോലെ ഒന്നിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ല ഒരു സ്പേസുള്ള സംഭവമാണ്. വീഡിയോ കണ്ടിട്ട് കുറേ ആൾ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ പാത്രത്തിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം. അപ്പോൾ നിയർ ബിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓഫറിൽ നടക്കലുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് പോയില്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. അപ്പം കുറച്ച് വലിയ ഓർഡേഴ്സാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നോമ്പായതുകൊണ്ട് സ്നാക്സിൻ്റെ കുറച്ച് ബിസിനസ് അധികം ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒരുപാട് ഒന്നിച്ചെടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഹെൽപ്പറൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ രാവിലെ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. കുറേ ആളെൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കും, ഈ സാധനങ്ങളെല്ലാം നിങ്ങളെടുത്ത് വാങ്ങുന്നത് ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ചെടുക്കലല്ലേ നല്ലത്, അപ്പോൾ ഹോൾസെയിൽ എടുക്കാൻ എവിടെ നല്ലതെന്ന്. ഞാനങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് അതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ കുറേ ആയി വിചാരിക്കുന്നു എല്ലാ സാധനം ഹോൾസെയിൽ എടുക്കണം. ഇൻഷാ അല്ലാഹ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും എടുക്കണം. അപ്പോൾ നല്ല ലാഭം കിട്ടും മറ്റാന്ന് മറിച്ചാന്ന്. ഒരിക്കലും നടക്കാത്ത കാര്യമൊന്നും എന്നെ സംബന്ധിച്ച്. കാരണം എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിലോട്ട് പോകുന്ന ഒരു ബിസിനസ്സായിട്ട് ഞാനിതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നമുക്ക് സ്പേസ് സമയം കിട്ടിയാലല്ലേ അതിനെല്ലാം ഒന്ന് ഇറങ്ങി തിരിച്ച് എവിടെ വില കുറവ് എവിടെയെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പോകലും വാങ്ങലും എപ്പം വിചാരിച്ചാലും നടക്കൂല. പിന്നെ വെറുതെ റിസ്ക് എടുക്കേണ്ട വെച്ചാൽ ഞാൻ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കോൾ ചെയ്തിട്ട് വരുത്തിക്കലാണ്. പിന്നെ അത്യാവശ്യം വേറെ ആരെങ്കിലും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയൂ, പഴത്തിന് ഇത്ര വിലയായാലേ, ഉന്നക്കായ്ക്ക് ഇങ്ങനെ വില കൂട്ടിനാ, അല്ലെങ്കിൽ ഉള്ളിക്ക് ഇങ്ങനെ വില ഉണ്ടല്ലേ, റോളിന് വില കൂട്ടിനാൽ ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ബില്ലെടുത്ത് നോക്കുക ഇങ്ങനെ ആയിട്ടുണ്ടല്ലേ എന്ന്. അല്ലാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ നോക്കാൻ സമയം കിട്ടിയിട്ടാണ്, അല്ലാണ്ട് വേറൊന്നും വിചാരിക്കണ്ട കേട്ടോ. പിന്നെ ഓർഡേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ വേണ്ട. റോളും കായടലും തന്നെ മെയിനായിട്ടുള്ളത്. ഇഫ്താറും കൂടിയല്ലേ. അപ്പോൾ ഇഫ്താറിന് ഇതിൽ എത്ര എണ്ണക്കടി കഴിക്കേണ്ടെന്ന് പറഞ്ഞാലും മെയിനായിട്ട് ലൈറ്റ് ആയിരിക്കും ഈ ഉന്നക്കായ റോളെന്നെല്ലാം പറയുന്നത്. പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നോമ്പിന് സ്പെഷ്യൽ സ്നാക്സ് ഒന്നും ആക്കുന്നില്ലേന്ന്. സ്പെഷ്യൽ സ്നാക്സ് സത്യം പറഞ്ഞാൽ ആക്കാനേ അറിയാനിട്ടോ, സെയിൽ ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല. ചിക്കൻ നെഗസ്റ്റൊക്കെ ആക്കിയിട്ട് സെയിൽ ചെയ്യണമെന്ന് കുറേ നാളായി ആഗ്രഹം വെച്ചിട്ട്, പക്ഷെ പറ്റുന്നില്ല. അതായത് ഓൾറെഡി ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് തന്നെ ഫ്രോസന് അത്യാവശ്യം മാഷാ അല്ലാഹ് നല്ല രീതിയിൽ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തതും കൂടി എടുക്കാൻ ടൈമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ മോഡൽ സ്നാക്സ് എന്നൊക്കെ പറയുന്നത് മിക്കവാറും ഷവർമൻ്റെ ഫില്ലിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെയോ ആയിട്ട് ഹെവി വർക്ക് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ചെയ്യാനുള്ളൊരു സമയക്കുറവ് കൊണ്ട് മാത്രമൊന്നും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എൻ്റെ അനിയന്മാരില്ലാത്ത സമയം എനിക്ക് തന്നെ ഡെലിവറിക്ക് പോകേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ആകുമ്പോൾ അതൊരു റിസ്ക് അല്ലേ. അതുകൊണ്ട് കുറച്ച് ഒരു നോമ്പിന് ഇഫ്താർ സ്പെഷ്യലി ഒരു എപ്പോഴും അവൈലബിളായിട്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസിൻ്റെ മാത്രം ഇത് പ്രൈസ് ടാഗൊക്കെയാണ് ഞാൻ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഇഫ്താറിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എല്ലാ പേരും അങ്ങനെ ഇട്ടിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയാണ്ടിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. സേറുമോൾ എന്തോ ഒരു സാധനം എടുത്തിട്ട് വരുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. എന്താ അത്? എന്താന്ന് നോക്കട്ടെ. എന്താ സാധനം? തീ കത്തിക്കുന്നതാ? എങ്ങനെ കമ്മലുത്തല് കാണിച്ചെന്നാ? ആരോ പറഞ്ഞു മോളോട്? അപ്പുറത്ത് കിട്ടുന്ന നമുക്ക് കമ്മല് കുത്തിയിട്ടില്ല. നോക്കട്ടെ, ചെവി നോക്കട്ടെ. നമുക്ക് കുത്താൻ പോയാലോ? സേറമോക്ക് ശരിക്കും ഭയങ്കര ആഗ്രഹമായി കമ്മൽ കുത്തൽ എന്നെല്ലാം പറയുന്നത്. എവിടുന്നാന്നറിയില്ല ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിൻ്റെ കയ്യിൽ തന്നെ കിട്ടുന്നത്. പൊതുവെ പറയും ഇടയ്ക്ക് കമ്മൽ ചെവി നോക്കിയിട്ട് എനിക്ക് മാത്രം കമ്മലില്ല എന്നൊക്കെ പറയും. പക്ഷെ 3 പെൺകുട്ടികളായതുകൊണ്ട് 2 പെട്ടെന്ന് കുത്തിന്. 1 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് തന്നെ 2 കുത്തിയോണ്ട് എന്താണെന്നറിയില്ല. ഹസ്ബൻഡ് ഇപ്രാവശ്യം പറഞ്ഞു ഇപ്പോഴേ വേണ്ട, നമുക്ക് ഓളം മാത്രം വലുതായിട്ട് കുത്താൻ. എന്തോ ഒരു ആഗ്രഹം. വലുതായിട്ട് ഓളം തന്നെ നമ്മളടുത്ത് ഇങ്ങോട്ട് പറയട്ടെ, ആ സമയം ഇൻഷാ അല്ലാഹ് കുത്തിക്കൊടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവളത് മാത്രം ഇങ്ങനെ കാതുത്താണ്ട് വെയിറ്റ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു സെറിമണിയിൽ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുമായിരിക്കും ചിലപ്പം. അങ്ങനെ ചിക്കൻ റോളെല്ലാം ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉന്നക്കായ ആക്കിയിട്ടുണ്ട്. ചിക്കൻ റോള് കുറേ എണ്ണ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുക്കാൻ മടിയില്ലാക്ക് പുതിയൊരു ഐഡിയ പഠിപ്പിച്ചു തരാം. വലിയ പാത്രത്തിൽ ഇതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുലിക്കാൻ മതി കേട്ടോ. അത് നല്ലൊരു ഐഡിയയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നതിന്. ഒരുപാട് റോളാക്കാനുണ്ടായിന്. അപ്പോൾ ഓരോ റോളും ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കൽ നല്ല പണിയാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി അവിടെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കുലുക്കി നോക്കി. അപ്പോൾ നല്ല രീതിയിലാകുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഇട്ടിട്ട് കുലിക്കൽ തന്നെ ആയി. പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. അങ്ങനെ മാഷാ അല്ലാഹ് ഒരുപാട് ഓർഡേഴ്സ് ഇപ്പം തന്നെ ഫ്രീസറിൽ ആയി. സ്ഥലം ഇല്ലാത്തത് കാരണം കുറേ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം റമദാൻ്റെ മുന്നോടിയായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. മെയിനായിട്ട് എല്ലാവരും ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിക്ക് റമദാൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങുന്നത് തന്നെയാണ്.
അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് നല്ല പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രഷ് ആയതുകൊണ്ട് വലിയ മധുരമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. മാങ്ങ വേണോ? മക്ക് മാങ്ങൻ്റെ പാട്ട് എടുത്തന്നെ. തിളക്ക് രുചിയാന്ന്. രുചി ഉണ്ടോ നോക്കി എടുത്തിട്ട് ഫുള്ളെടുക്കല്ലേ, ഒരു പീസ് എടുക്ക്. മധുരം ഉണ്ടോ നോക്ക്, ഒരു പീസ് എടുക്ക്. ഒന്നുകൂടി പാട്ടോടി, ഒന്നുകൂടി പാട്ടോടി. നല്ല സുഖമുണ്ടാ? ഇപ്പൊ കൊളാക്കൂലേ? എവിടെ ഒരുക്കല്ലേ, നല്ല മുളയിട്ട് വന്നണേ. മധുരം ഉണ്ടാ? എൻ്റെ മോൾ എത്ര സമയമായി സംസാരിക്കും, പാട്ടുപാടെല്ലാം ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത്രയും നേരമായിട്ട് ഒരു മാഷാല്ലെങ്കിലും കമൻറ്റ് ചെയ്താൽ ഇല്ലായിരിക്കും, എനിക്കറിയാം. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ചെയ്തോ, വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് വന്നോ, ഓക്കെ. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഓർഡേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കായടിയും റോളും ഫ്രീസറിലില്ലാതെ എടുത്തു കൊടുക്കാൻ വേണ്ടു. ഒരു ഇറാനിപ്പോളെല്ലാം ആക്കിയിട്ട് അതെല്ലാം കൊണ്ടു കൊടുത്തു. ഇതെൻ്റെ വീട്ടിൽ തന്നെ വാങ്ങിയെന്നിട്ടാ. ഒരു ഡെലിവറി പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് മുമ്പിലേക്ക് തന്നെ പൊട്ടി വീഴുന്നുണ്ട്. സൈഡെല്ലാം പോയിന്, എന്നാലും അതിൻ്റെ കുറച്ച് പീസസ് എല്ലാം എടുക്കാൻ കിട്ടുമല്ലോ. പിന്നെ ഉന്നക്കായൻ്റെ കുറച്ച് വലിയ ഓർഡർ ഉണ്ടായിന് സൗദിയിലേക്കുള്ള. വലുത് മീൻസ് ഒരു 200 എണ്ണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കായയുടെ ഇങ്ങനെ കയ്യിലിട്ട് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ പ്ലേറ്റിൽ വെച്ചിട്ട് ഫ്രോസൺ ചെയ്താലുള്ള ഉപകാരം ഞാൻ കാണിച്ചു തന്നേന്ന്. പിന്നെ ഉണ്ടല്ലോ, ഈ രാവിലെ തന്നെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇല്ലോണ്ട് ഫോണ് ഒരുപാട് ഗ്രൂപ്പില്ലതല്ലേ. ഇപ്പം എന്തൊക്കെയോ മെസ്സേജ് വരുന്നതുകൊണ്ട് സ്കൂൾ ഗ്രൂപ്പ് നോക്കാൻ മറന്നുപോയി. സെൻവനെല്ലാം ചെയ്ത് ഇങ്ങനെ വണ്ടിയും വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നി 10 മണി ആയില്ല, വണ്ടി എന്താ വരാത്തതെന്ന് തോന്നിയിട്ട് ഗ്രൂപ്പ് നോക്കിയപ്പോഴാണ് സ്കൂളില്ല, പാരൻസിന് എന്തോ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് സ്കൂളില്ലാന്ന് വേണ്ടത്. അത് കേട്ടപ്പോൾ പിന്നെ അവരെ ഹാപ്പി ഒന്നും പറയണ്ടല്ലോ, കൊടുത്തു വിട്ട ഫ്രൂട്ട്സ് എല്ലാം അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതിന് അനിയത്തി ഏട്ടത്തി. പിന്നെ ഇവിടെ ഒരാളുണ്ട്. പിന്നെ ഞാൻ ഉന്നക്കായെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ ക്യാഷ്യും മുന്തിരിയെല്ലാം ഇതുപോലെ മോളൊന്ന് പൊട്ടിച്ചേരുന്നെല്ലാം ചോദിച്ചിട്ട് കൊടുക്കും. അങ്ങനത്തെ എന്തെങ്കിലും പണി കൊടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ അറിയായിരിക്കും. കുറച്ച് അടങ്ങിയിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഓളെടുത്തിട്ട് തന്നെ എല്ലാം പണിയെടുക്കേണ്ടി വരും. പക്ഷെ കൊടുത്താൽ എന്താണെന്ന്, ഒരു 100 ഗ്രാം കൊടുത്തിനെങ്കിൽ ഒരു 50 ഗ്രാം തിരിച്ചിട്ടു. ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഇത് രണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കൽ. എന്തായാലും പ്രശ്നമില്ല, എനിക്ക് ഈ പണിയെല്ലാം എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓളെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്താലേ പറ്റൂ. പിന്നെ എനിക്ക് കുറച്ച് അരിയെല്ലാം കഴുകിയിട്ട് ഉണക്കിയിട്ടൊക്കെ മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാനൊക്കെ ഉണ്ടായിട്ടാ. ഇതാണ് നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി. ഫുള്ള് പൊടിയും ഇതൊക്കെ ഉണ്ടാവും, അതൊന്നും നോക്കണ്ട, അത് 3-4 വെള്ളത്തിൽ കഴുകിയാൽ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ ഒരു അരി കഴുകി പൊടിച്ചിട്ടാണ് പത്തലിടുന്നത്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് തന്നെ കുറേ ആൾക്കാർ ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങളെ പൊടി ഏതാന്നൊക്കെ. അപ്പോൾ ഞാൻ പൊതുവേ നമ്മൾ കണ്ണൂർക്കാർ മിക്കാളും അതായിരിക്കും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു അരി കഴുകി ഉണക്കി പൊടിച്ചിട്ടാണ് പത്തലിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കല്ലുമ്മക്കായി അല്ലെങ്കിൽ ചെമ്മീനുണ്ട, പത്തലി അങ്ങനത്തെ ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യും. ആ അരി കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ കാർഡിലെല്ലാം ആകെ ഒരു 3 കിലോ പച്ചരി, 3 കിലോ പുഴുങ്ങലരി, അത്ര മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ എൻ്റെ ഉമ്മയും ഹസ്ബൻഡിൻ്റെ ഉമ്മയിലും കുറച്ച് അരിയെല്ലാം തരുന്നതുകൊണ്ടാണ് ഞാൻ പത്തലിൽ ഇങ്ങനെ കുറച്ചധികം പൊടിച്ചു വെക്കാൻ എനിക്ക് പറ്റുന്നത്. അപ്പോൾ എന്നെ മലപ്പുറത്ത് നിന്ന് ഒരു ഫ്രണ്ട് ഇത് 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറയാം, ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു അരി ഉണ്ടല്ലോ, അത് ചോറ് വെച്ചാൽ ആരും കഴിക്കുന്നില്ല, ഒരുപാട് അരി ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ അരിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എന്താ പറയണ്ടേ, മലപ്പുറമായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഫുള്ള് ഇങ്ങനെ തന്നേന്ന് പറയട്ടേന്. കാരണം അവർ ആ പത്തല് ചുടുന്നില്ലല്ലോ, അവർ ഒരു കോയലുമ്മൽ ഇങ്ങനെ പരത്തുന്ന എന്താ പറയുക, നൈസ് പത്തിര, അതിങ്ങനെ ചൂടുവെള്ളത്തിലെല്ലാം ആക്കിയിട്ടെല്ലാം കുഴക്കുന്നല്ലേ. അപ്പോൾ അവർ ഈ ഒരു അരി പൊടിച്ച് വെച്ചിട്ട് ഒരു പത്തല് ചുടൽ എന്ന് പറഞ്ഞ സംഭവം അവർക്കില്ല. വേണ്ട നമുക്കാണെങ്കിലും ഇവിടുന്ന് കിട്ടുന്നുമില്ല. എന്താ അവസ്ഥ അല്ലേ. ഇനി പൊടി അഥവാ കഴിഞ്ഞാലും അജ്മീൻ്റെയും ആമീസിൻ്റെയും നല്ല നല്ല ബ്രാൻഡ് പൊടികൾ കടയിൽ കിട്ടുന്നതുകൊണ്ട് ഞാനിങ്ങനെ നിലനിന്ന് പോകുന്നു. കാരണം കല്ലുമ്മക്കായി, പത്തല് ഇങ്ങനത്തെ ഐറ്റംസിനെല്ലാം ഈ പൊടി മസ്റ്റായിട്ട് വീട്ടിൽ എന്തായാലും വേണം. ഒരു ഓർഡർ എടുക്കുമ്പോൾ തന്നെ അരി ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം ഓർഡർ എടുക്കാൻ. കല്ലുമ്മക്കായാലും അങ്ങനത്തെ അവസ്ഥയല്ലേ. അതുകൊണ്ട് ഞാൻ പാക്കറ്റ് വാങ്ങിയിട്ട് അത്യാവശ്യം യൂസ് ചെയ്യലുണ്ട്. പിന്നെ എൻ്റെ ഡെലിവറിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ നമ്മളെ ഫുഡിനുള്ള മീൻ പൊരിക്കലും കാര്യങ്ങളിലായിട്ട് കുറച്ച് പരിപാടീസ് ഉണ്ടായിന്. നല്ല പച്ചമാങ്ങ ഇട്ടിട്ട് വെച്ച മീൻ കറിയും മീൻ പൊരിച്ചതും. ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഞാൻ മീൻ കഴിക്കാറുന്നില്ല, ഹസ്ബൻഡിന് വേണ്ടി ഫ്രൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസിൽ ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. കാരണം ഒരുപാട് ഫില്ലിങ്സ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ ഇതിന് ഈ ഒരു 3 സംഭവം തൊലി കളയാനും പൊടിക്കാനും തന്നെ നല്ല ടൈം പോകുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ചെയ്ത് വെച്ച് അതിൻ്റെ ഇടയിൽ എവിടുന്ന് ഒരു 2 രൂപ എടുത്തിട്ട് ചുയിങ് വാങ്ങാൻ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആളിങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ കടയിലേക്കെല്ലാം പോകുന്നിട്ടാണ്, ഡോറ് തുറന്നിട്ടാൽ ഒറ്റ പോക്കാന്ന് ഓളെന്നെ പോയി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. പിന്നെ കട്ട്ലേറ്റ്സ് കുറച്ച് അധികം ഉണ്ടാക്കാനുണ്ടായിന്. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ മുട്ട മാത്രമല്ല കേട്ടോ, മുട്ടയിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്തിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അതിങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കൽ. ഒരു നല്ലൊരു സ്റ്റിക്കി ഇത് കിട്ടാൻ വേണ്ടിയാണ്, വേറൊന്നല്ല. അത് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം വരാനോ അങ്ങനെയൊന്നും ആകാനില്ല കേട്ടോ.
അപ്പോൾ കുറച്ച് അധികം ഉണ്ട്. പിന്നെ ഈ കട്ട്ലേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ടൈമിംഗ് വേണം. ഒരു 50 100 നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് ചെയ്ത് വെക്കണം. കാരണം ഇത് ഫ്രോസ് ആകാൻ കുറച്ച് പണിയുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നും വെക്കാനൊന്നും പറ്റില്ല. അതേസമയം ഉന്നക്കായിലാന്ന് ഞാൻ ഏകദേശം ഒന്ന് ഫ്രോസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ അല്ല അതിൻ്റെ മുകളിൽ വേറെ ഞാൻ എന്തെങ്കിലും വെക്കുവേ. കട്ട്ലേറ്റ് അങ്ങനെ വെക്കാൻ പറ്റില്ല, കാരണം ഉരുളക്കിഴങ്ങല്ലേ അതിൻ്റെ ഷേപ്പെല്ലാം പോയി പോകും. പിന്നെ ഇതാ ഈ വക ഐറ്റംസ് മൊത്തം റെഡിയായി വെച്ചതാണ്. അത് മൊത്തം പാക്ക് ചെയ്ത് വെക്കാനാണ്. എനിക്ക് കുറേ ആളിങ്ങനെ 20 25 30, അപ്പോൾ ഞാൻ മൊത്തത്തിൽ കൊളാക്കുന്ന സ്ഥിതിക്ക് ഞാൻ തന്നെ സ്റ്റിക്കറിൽ എല്ലാം നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഏകദേശം ഒന്ന് എടുത്ത് കൊടുക്കാമല്ലോ. പിന്നെ ഇത് മൊത്തത്തിൽ കാണുന്നത് പിന്നെ പിറ്റേന്ന് കൊടുക്കാനുള്ള ഓർഡറാണ്. അങ്ങനെ അതിൽ ഏകദേശം പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കുറച്ച് കട്ടപ്പാലുണ്ടായിന്, അതെടുത്തിട്ട് ആ പഴുത്ത മാങ്ങ എടുത്തിട്ട് നല്ലൊരു ഷേക്ക് അടിച്ചിട്ട് കൊണ്ടുകൊടുത്ത്. ഓൾറെഡി കുറച്ച് പരാതി കൂടുതലാണ്, നീ ഇപ്പം എപ്പം വർക്ക് തന്നെയാണ്, എനിക്കിപ്പോൾ വർക്ക് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ നോക്കാൻ ടൈം കിട്ടുന്നില്ല എന്നാണ് പരാതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ജ്യൂസെല്ലാം കൊടുത്തിട്ടില്ലെങ്കിലില്ലേ, അല്ലെങ്കിലേ അങ്ങനത്തെ ഒരു സമയമൊന്നും എന്താ പറയുക, ഭാര്യനെല്ലാം കൊന്ന് മുറിച്ചിട്ടെല്ലാം കുക്കറിലെല്ലാം കറി വെക്കുന്ന കാര്യമാണ്. പിന്നെ മൂപ്പർക്ക് പിന്നെ കുക്കർ ഏതാ ബിരിയാണി പാത്രം ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഷേക്കും ജ്യൂസെല്ലാം കൊടുക്കലും നല്ലതാണ്, അവരെയും കൂടി പരിഗണിക്കുന്നുണ്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാൻ. അങ്ങനെ മാഷാല്ലാ എൻ്റെ പിറ്റേന്നേക്ക് കൊടുക്കേണ്ട എല്ലാ ഓർഡറും ഫ്രീസറിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കേണ്ട ചെമ്മീനുണ്ടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ മേ ബി ചിലപ്പം കാണിക്കുമായിരിക്കും. പിന്നെ ഇതെൻ്റെ ബ്രദർ ഷോപ്പിലൊരാവശ്യത്തിന് കൊണ്ടുവന്ന കുറച്ചൊരു ഇപ്പോഴത്തെ ന്യൂ മോഡൽ വാൾ സ്റ്റിക്കേഴ്സാണ്. നല്ല ഭംഗിയുണ്ട്. അതിനപ്പം വെറുതെ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ, ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിക്ക് വെറുതെ എടുത്തുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്. അപ്പം എൻ്റെ മക്കൾ വീട് മൊത്തം വരച്ചിട്ടിട്ട് കൊളാക്കിയിട്ടല്ലേ, അപ്പോൾ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ ഒട്ടിക്കണോ. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. നല്ല ഭംഗിയുണ്ടായിന്. ഒരു 2-3 പീസെല്ലാം നമ്മളെ ബെഡിൻ്റെ സൈഡിലെല്ലാം ഒട്ടിച്ചാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതുവരെ വീഡിയോ ചെയ്യാത്ത കുറച്ച് ഐറ്റംസും ഈ പിക്ചറിൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ചെയ്യുമെന്നൊന്നും ദയവേത് ഇപ്പം ആരും പറയണ്ട. ഇൻഷാല്ലാ ഞാൻ വഴിയേ എല്ലാം ചെയ്യോട്ടാ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും പ്രശ്നമില്ല, നിങ്ങളെ ഒരു സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം.